ഇറ്റ്സ് ബ്രാൻഡഡ് എപ്സ്റ്റൈൻ ഫയൽസ് വേഴ്സസ് അൺബ്രാൻഡഡ് എപ്സ്റ്റൈൻ ഫയൽസ് അത്രേ ഉള്ളൂ. അതായത് എപ്സ്റ്റൈൻ ഫയൽസ് എന്ന് വിളിക്കാൻ പാടില്ല, അത് ലൈക്ക് കമ്പനി ഫയൽസ് എന്ന് വേണമെങ്കിൽ വിളിക്കാം, നമുക്ക് പേരിട്ടിട്ട് അത്രേ ഉള്ളൂ. സോ അവിടെ എപ്സ്റ്റൈൻ ഫയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് അതിൻ്റെ ഉള്ളിൽ സംഭവം. സോ അത് എക്സ്പോസ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഓക്കെ, സെയിം കാര്യം തന്നെയാണ് കമ്പനി ഫയൽസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പെൺകുട്ടികളെ കേസാണ് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അവിടെ ലീഗലി എലിജിബിളാണ്. ലൈക്ക് 19 വയസ്സുള്ള പെൺകുട്ടികളെ മാരേജ് ചെയ്യാം, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ 10 വയസ്സുള്ള കുട്ടികളോട്ട് അങ്ങോട്ടൊക്കെ മാരേജ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവരെ അച്ഛനും അമ്മേനും കൊന്നുകളയും. ഈ പറയുന്ന IRGC റവല്യൂഷണറി ഗാർഡ് എന്ന് പറയുന്ന ഫോഴ്സ് ഒന്ന്, അല്ലെങ്കിൽ അവരെ ലിബറലായിട്ട് പ്രഖ്യാപിക്കും. അവരെന്ത് വേണമെങ്കിൽ പിന്നെ ചെയ്യാം. ഇവരെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റേപ്പ് ചെയ്യാം, ഈ പറയുന്ന മാരേജ് ചെയ്യാം. സോ ഞാനിത് പറയുന്നത് പല ആൾക്കാർക്കും ഇഷ്ടപ്പെടത്തില്ല, അല്ലെങ്കിൽ പല ആൾക്കാർ എൻ്റെ താന്തകുന്നുള്ളക്കും ചിലപ്പോൾ വിളിക്കാം. സോ അവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ. സോ ഞാൻ കൊണ്ടുവരുന്ന കാര്യങ്ങൾ 100% ജെന്യുവിനാണ്. നിങ്ങളിപ്പം എൻ്റെ പഴയ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്ത് പ്രൂഫാണ് ഞാൻ ഇടുന്നത്, മനസ്സിലായില്ലേ? എനിക്കത് മാത്രമല്ല, കോണ്ടാക്ട്സ് ഉണ്ട്. സോ ഇറാൻ ആയിക്കോട്ടെ, ഇസ്രായേൽ ആയിക്കോട്ടെ, ഈ പറയുന്ന ഏത് രാജ്യത്തേക്ക് ഉണ്ടെങ്കിലും ഐ ഹാവ് കോണ്ടാക്ട്സ്, മനസ്സിലായില്ലേ? നിങ്ങൾ മുന്നേ നടന്ന മണിപ്പൂർ ഇഷ്യൂ നടന്നിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സോ മണിപ്പൂർ ഇഷ്യൂവിൽ എന്ന് പറയേണ്ടത് ലൈക്ക് ആ ഇഷ്യൂ നടന്ന സ്ഥലത്ത് വരെ എനിക്ക് ആൾക്കാരുണ്ട്. ഈവൺ ഇൻ ആസാം മയോങ്, വെരി വെരി ഫേമസ് ഫോർ ബ്ലാക്ക് മാജിക്, മനസ്സിലായില്ലേ? അതെങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് വെളിപ്പെടുത്താൻ താല്പര്യമില്ല. സോ അൺനെസസറി അല്ലെങ്കിൽ ഈ പറയുന്ന എന്ന് പറയേണ്ടത് ഒരു കാര്യങ്ങൾക്ക് പ്രൊമോട്ടും കാര്യങ്ങളും ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. വാട്ട് ഈസ് ദ റിയാലിറ്റി, ഐ ബ്രിങ് യു ദാറ്റ്, അത്രയേ ഉള്ളൂ.